ഗൈസ് നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞ് ഹലാസ്. ഇനി മാത്സ് എക്സാമിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട, ഇനി ഒരു എക്സാമിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താ വെച്ചാല് നമ്മളെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ഗുദ്ധവും കഴിഞ്ഞ് ഗൈസ്. ഇനി +1 എക്സാം എഴുതണ്ട. ഫ്രണ്ട്സ് എക്സാം ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കൂടാതെ വെക്കേഷൻ എന്താ പരിപാടി, +1 മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സാം പേപ്പർ നല്ല അടിപൊളി റിവ്യൂ ആണ് ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ പടപെടാന്ന് വായിച്ച് നിങ്ങൾ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളിൽ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്റെ പേപ്പർ ആട്ടോ പോയത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ എന്താ എഴുതിയെന്ന് എന്നോട് പറയും, കമന്റ് സെക്ഷനിൽ പറയും. ഓക്കെ, എക്സാമിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് cos 20 ഡിഗ്രി പ്ലസ് cos 100 ഡിഗ്രി പ്ലസ് cos 140 ഡിഗ്രി ഈക്വൽ ടു 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിത് എഴുതിയിട്ടില്ല. പക്ഷെ അടുത്ത നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ഇൻഇക്വാലിറ്റി x/3 ഗ്രേറ്റർ ദാൻ x/, ബ്ലാ ബ്ലാ ബ്ലാ. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി സോൾവ് ഇൻഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ എക്സും വൈയും ജിയും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പറ. മാത്സ് എക്സാം പൊട്ടു, ഇങ്ങനെയാണ് പൊട്ടും. പക്ഷെ ഞാൻ പാസ്സായി എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശുഭാപ്തി വിശ്വാസമാണ് ഗൈസ് വേണ്ടത്. സൺ സു ഇൻ ദ ആർട്ട് ഓഫ് വാറിൽ പറഞ്ഞ പോലെ, the enemy and know yourself. You need not fear the result of 100 battles. കുട്ടികൾ പറയുന്നുണ്ട് സൈലത്തിന്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾ പാസ്സാവും, സൈലത്തിന്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾ പാസ്സാവും. ഗൈസ്, സൈലത്തിന്റെ 9 മണിക്കൂറും 8 മണിക്കൂറുള്ള ലൈവ് ക്ലാസ്സസ് ഫുള്ള് കണ്ടാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും, ഉറപ്പ് തന്നെ. പക്ഷെ അതിന്റെ അകത്തുനിന്ന് ബ്രോ ഇമാജിൻ 9 മണിക്കൂർ നമ്മളൊരു ലൈവ് ഫുള്ള് കാണുന്നില്ല, അതിൻ്റെ അകത്ത് എന്തായാലും എക്സാമിന് വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. കാരണം അത്രയും നേരം അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? അപ്പം ഞാൻ സൈലത്തിന്റെ ക്ലാസ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടത് എജുപോർട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ ക്ലാസ് ആണ് കണ്ടത്. അതിൽ നിന്ന് ഒരു തേങ്ങയും വന്നിട്ടില്ല, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട്, പിന്നെ ബാക്കി ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് എഴുതാത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എൻ, ഈ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 49 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. 49 തന്നെ ആയാൽ മതിയായിരുന്നു. 49 അല്ല ഗൈസ്, ഓപ്ഷൻ ബി. അപ്പൊ ഗൈസ് 3G നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ എഴുതിയത് ഓപ്ഷൻ എ ആണ്. അപ്പം അസ്തല വിസ്ത ബേബി. അപ്പം മറ്റേ BGM കൊടുക്ക്, മറ്റേ ട്രോളിന്ന് BGM കൊടുക്ക്. ഓപ്ഷൻ ബി ആണ് ഗൈസ് നാലാമത്തെ ക്വസ്റ്റ്യൻ. എടാ ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, എൻ്റെ എപ്പോഴും ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുത്തടാ ഓപ്ഷൻ ബി ആണ്, ട്രസ്റ്റ് ബി എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് സോറി, ഓപ്ഷൻ എ ആണ്, നീ എന്നെ വിശ്വസിച്ചോ എന്നൊക്കെ പറഞ്ഞു. അവൻ എഴുതിയത് ഓപ്ഷൻ ബി ആയിരുന്നു. അപ്പൊ അവൻ എന്നെ നേരിട്ട് കാണുമ്പോൾ എന്തായാലും എനിക്ക് അടി കിട്ടും. പറഞ്ഞിട്ടോ അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. എന്തായാലും ഓപ്ഷൻ ബി ആണ് ഗൈസ് കറക്റ്റ് ആൻസർ. അത് പോയി. എനിക്ക് ആകെ ഉറപ്പുള്ളത് ഇതായിരുന്നു, അത് പോയി ഗൈസ്. ഒരു വ്യത്യാസം, 49-50 ഒന്ന് വ്യത്യാസം. അടുത്തത്, എ കമ്മിറ്റി ഓഫ് 4 persons ടു ബി കൺസിഡർഡ്. അതിന് ഉത്തരം എന്താ അറിയോ, 21 വേസ്. അടിപൊളി. 21 വേസിൽ നമുക്ക് ഇത് കിട്ടുമല്ലോ. ഞാൻ എഴുതിയ 2 വേസ് കേട്ടോ, 2 വേസ്. അപ്പൊ അതും മുജി ഇല്ല, ഓർമ്മയില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓക്കേ, റിലാക്സ്. ഫൈൻഡ് എ പോയിന്റ് ഓൺ y ആക്സിസ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം പോയിന്റ് 312 ആൻഡ് 5222. ഇത് ഞാൻ എഴുതിയിട്ടില്ല, പഠിക്കുന്ന കുട്ടികളൊക്കെ എഴുതിക്ക്. ഇതാണ് ഇതിന്റെ ഉത്തരം. സൈലത്തിന്റെ സാറ് പറയുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഉത്തരം. ആൻസർ ഇതാണ് ഗൈസ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എക്സാം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ? ഞാൻ ജെനുവൻലി ചോദിക്കാം, എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ? നമ്മളെ എക്സാം കഴിഞ്ഞില്ലേ, പൊട്ടിയോ ഇല്ലേന്ന് അറിഞ്ഞാൽ പോലെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പൊട്ടി ഗൈസ്. എന്താ നിന്റെ ഭാവി പരിപാടി? നമ്മൾ ഇന്ന് എഴുതിയ പരീക്ഷയുടെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഞാൻ സോമമേശ്വരിയുടെ കൈയാണ്, ഞാൻ ശശിമേശ്വരിയുടെ കൈയാണ്. അപ്പൊ നമുക്ക് സൈറ്റിൽ വെച്ച് കാണാം. ഓക്കേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പൊട്ടി. കാരണം ഫസ്റ്റ് തന്നെ ഞാൻ ഇത് 49 ആണെന്ന് വിചാരിച്ചു, ഇത് 50 ആണ് പോലും. ഇത് ഞാൻ എഴുതിയില്ല. പിന്നെ ഇതൊക്കെ എന്താണെന്ന് പോലും ഞാൻ നോക്കുന്നില്ല. എന്തൊക്കെയൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 9, 10, 11, 12, 13, 14. ഐ ഡോണ്ട് നോ വാട്ട് ദ ഹെൽ ഇസ് ദിസ് ബ്രോ. ഇംഗ്ലീഷ് ഒക്കെ വരുന്നു ഗൈസ്. വൗ, ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും.
വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. പിന്നെ ഇത് 17ാമത്തത് ഞാൻ എഴുതിയത് ഓപ്ഷൻ സി ആണ്. ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഓപ്ഷൻ സി ആണോ അല്ലേ? ഓപ്ഷൻ സിയോ ബിയോ? ബി ആയി. ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. എന്തോ എഴുതി, എന്താണെന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല. ഷൗട്ട് ഔട്ട് ടു ഇഷിക ജാൻവി, എന്റെ ആദ്യത്തെ സൂപ്പർ ചാറ്റ്. ഷൗട്ട് ഔട്ട് ടു ഇഷിക ജാൻവി. പിന്നെ ഗൈസ്, ഞാനൊരു യൂട്യൂബ് ലൈവ് സ്ട്രീമർ ആണ്. ഇന്ന് മാത്സ് എക്സാം റിവ്യൂ വ്ലോഗ് റിവ്യൂ വേണം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൽ 2ാമത് വരുന്ന റിവ്യൂ വീഡിയോ എന്റേതാണ്. ഫസ്റ്റ് ഈ എക്സാമിനർ സാറ് കൊണ്ടുപോയി ഗൈസ്. ഈ എക്സാമിനർ സാറ് എന്നെ ഫസ്റ്റ് റിവ്യൂ എടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ സാറിന്റെ റിവ്യൂ നോക്കി. ഈ സാറ് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻസിന് ഫുൾ ആൻസർ ആണ് പറയുന്നത്. ഞാൻ എന്റെ ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ആൻസർ ഒന്നും പറയുന്നില്ല. ആൻസർ പറയണേ നിങ്ങൾ സൈലത്തിന്റെ വീഡിയോ പോയി കണ്ടോ. ആൻഡ് 6th ടേം ഓഫ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ 1/1 ഇത് ഞാൻ എഴുതി ഗൈസ്. ഇത് ഫുൾ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ലൈവ് സെഷനിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ച സാധനമാണ്. ഇത് എഴുതിക്ക്. പിന്നെ ഈ ക്ലാസും ഫ്രീക്വൻസിയും 20ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഫുൾ എഴുതി. ഒരു ബോർഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എഴുതിക്ക്. വാട്ട് അബൌട്ട് യു ഗൈസ്? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേന്ന് പറ. ലാസ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ഫോളോയിങ് സയൻസ് കോറക്സ് ഈ സാധനം എന്തെന്നാന്നൊക്കെ അള്ളാഹു അല. ഗൈസ്, ഇതാണ് നമ്മളുടെ മാത്തമാറ്റിക്സ് എക്സാം. ഈ റിവ്യൂ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ശരിയായ ഉത്തരവൊന്നുമല്ല. എന്റെ എക്സ്പീരിയൻസ് എന്താണ്, ഞാൻ എക്സാം പൊട്ടുവോ പാസ്സായോ ഇത് പറയാനാണ് ഗൈസ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്ത്. ഗൈസ്, ഇത് നോക്ക് ഗൈസ്, ഇതെല്ലാം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഇതെന്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് നമ്മളുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഇത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഇത് വീണ്ടും ഫിസിക്സ് മോഡൽ പേപ്പർ, പിന്നെ നമ്മളുടെ ബോട്ടണി, സുവോളജി, ബയോളജി ഫൈനൽ എക്സാം പേപ്പർ, ഇപ്പതാ മാത്തമാറ്റിക്സ് പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഞാൻ എന്തിന് സൂക്ഷിച്ചു വെച്ചു? ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിക്കാത്ത ഞാൻ എന്തിന് ഇത് സൂക്ഷിച്ചു വെച്ചു? ബേസിക്കലി നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കത്തിക്കുമെന്ന്. ദാറ്റ് ഈസ് ട്രൂ ഗൈസ്. നമ്മളെല്ലാം ബേൺ ചെയ്യാൻ പോവാണ്. ആൻഡ് ഇവിടെ തുടങ്ങുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെല്ലാ എക്സാമും പഠിച്ച് നമ്മൾ പാസ്സായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പാസ്സായിട്ടുണ്ടാവില്ല ചിലതൊന്നും. പക്ഷേ നമ്മളിപ്പോൾ എല്ലാ എക്സാമും കഴിഞ്ഞു ഗൈസ്. നമ്മളെല്ലാം കത്തിക്കാൻ പോവുകയാണ്. ഇതായിട്ട് കത്തിച്ച് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് നമ്മൾ യൂട്യൂബ് ലൈവിൽ. പിന്നെ എന്താണ് എൻ്റെ വെക്കേഷൻ പ്ലാൻ? അതാണ് ഈ വീഡിയോന്റെ മെയിൻ ആസ്പെക്ട്. മാത്സ് റിവ്യൂ ഒക്കെ ആ സൈഡിൽ. ലെറ്റ് മീ tell you guys. First, ഈ സൺസൂന്റെ കോട്ട് കേക്ക്. Let your plans be dark and impenetrable as night, and when you move, fall like a thunderbolt. അപ്പൊ ഗൈസ്, ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ ടോപ്പ് 10 അബാൻഡൻഡ് ഹൗസ് ഇൻ കേരള ഗൈസ്. കേരളത്തിലുള്ള ഏറ്റവും ഭയാനകരമായിട്ടുള്ള 10 വീടുകൾ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. 3000 സബ്സ്ക്രൈബേഴ്സ് ആയപാട് ഞാൻ ടോപ്പ് 10 ഹോണ്ടഡ് ഹൗസ് ഇൻ കേരള വിസിറ്റ് ചെയ്യും. പിന്നെ നാളെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ കത്തിക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് യൂട്യൂബ് ലൈവിലായിരിക്കും നമ്മളെ കത്തിക്കൽ സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് എക്സാം എഴുതി അത് കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇങ്ങനെ വെക്കുന്നതിന് പകരം കത്തിക്കാന്ന് വിചാരിച്ചു. ഏതായാലും കത്തിക്കും. അപ്പൊ നമ്മൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഒരു റിച്വൽ പോലെ ചെയ്യുന്നു. ഇലുമിനാറ്റിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇലുമിനാറ്റിന്റെ ക്രോസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളിത് ഇവിടെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കത്തിക്കുന്നു. അപ്പം മറ്റേ ബോംബൊക്കെ കിട്ടുന്ന സ്ഫോടനം എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യും. പിന്നെ ഒരു എഡിറ്റർ ഒന്നും എനിക്കില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ എഡിറ്റർ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ടീമില്ല, ഒക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. സോളോ ആണ്. അത് മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റ് യൂട്യൂബ് ചാനലിനായിട്ട് വ്യത്യസ്തമാക്കുന്നത്. ഓ ഷിറ്റ്, എൻ്റെ 3000 സബ്സ്ക്രൈബർ സാധനം പോയി. പിന്നെ ഗൈസ്, ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വ്ലോഗ്, ചെറിയൊരു വ്ലോഗ് ഒന്നും പറയാനില്ല. ഇന്നത്തെ മാത്സ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. കത്തിക്കൽ പരിപാടിയിലോട്ട് നമുക്ക് പോകാം. അപ്പൊ catch you guys in the next യൂട്യൂബ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. അപ്പൊ ഗൈസ്, ബൈ ബൈ, സി യു, ലവ് യു സോ മച്ച്. യൂട്യൂബ് ലൈവ് ഉണ്ടാവും എവറി സിംഗിൾ ഡേ.